അപ്പോൾ നമ്മളിന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നത്. ഞാൻ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കുഞ്ഞു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3 സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ. പിന്നെ മുളക് പൊടി, വറുത്ത് പൊടിച്ച മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ ഒരു പിഞ്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വെളിച്ചെണ്ണയും ഉപ്പാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് സൈഡ് ഡിഷായിട്ടും നമുക്ക് കറികളൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. ഞാനിത് ചെയ്യാൻ വേണ്ടി ഒരു അപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഏത് ചട്ടി വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്, സവാളയും പച്ചമുളകും നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ സാധനങ്ങൾ നന്നായി വാടിയിട്ടുണ്ട്. നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം തട്ടി പൊത്തി കൊടുത്ത് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കണം എന്തിനാ വെച്ചാൽ ടേസ്റ്റ് കൂടാൻ വേണ്ടി കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മല്ലിയില വെതറുക. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ചെറിയ തീയിലിട്ട് വേവിക്കാം കേട്ടോ. മുട്ട കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണും നന്നായിട്ട് എടുത്തപ്പോൾ ഫ്ലോപ്പായിട്ടുണ്ട്. പക്ഷേ നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ 2 ആൾ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ നമുക്ക് ചോറിലേക്ക് വേണമെങ്കിലും ചപ്പാത്തിയിലേക്ക് വേണമെങ്കിലും ഒക്കെ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അടുത്തൊരു കിടിലൻ വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.